എന്താ എനിക്ക് കറക്റ്റായിട്ടാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. യേശുവിന്റെ കല്ലറ തുറന്ന എന്തോ സിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നീ ഇപ്പോൾ നിനക്ക് എപ്പോഴെങ്കിലും കാശ് കിട്ടുമ്പോൾ നീ നേരെ വിശുദ്ധ നാടെന്ന് പറയുന്ന വിശുദ്ധ നാട് സന്ദർശിക്കണം. അത് വിശുദ്ധമൊന്നുമല്ല. ഓക്കെ, വിശുദ്ധ നാടെന്ന് പറയുന്നത് കാശുണ്ടാക്കാനായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനം മാത്രം. ടൂറിസ്റ്റുകാരെ ആകർഷിച്ച് കോടികൾ സമ്പാദിക്കാനായിട്ട് യേശുവിൻ്റെ പേര് പറഞ്ഞ് തട്ടിക്കൂട്ടിയിരിക്കുന്ന ഒരു സംവിധാനമാണെന്ന് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. യേശുവിൻ്റെ കല്ലറ രണ്ടെണ്ണം അവർ കാണിച്ചു തരും. ഇവിടെയാണോ അവിടെയാണോ എന്ന സംശയം അവർക്കും എന്തില്ല, ഉറപ്പില്ല. യേശുവിനെ ക്രൂശിച്ചത് അവിടെയാണോ ഇവിടെയാണോ എന്നവർക്ക് ഉറപ്പില്ല. അവർ 2 സ്ഥലം കാണിച്ചു തരും. എന്തിനു വേണ്ടിയാ? ഇനിയിപ്പോൾ നാളെ 3 സ്ഥലം കാണിച്ചാൽ 3 സ്ഥലത്തുനിന്നും പൈസ കിട്ടും. ഓക്കെ, അപ്പോൾ ഉള്ള കാര്യമാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവുമോ? ഉണ്ടാവേണ്ട കാര്യമില്ല. യേശു ജീവിച്ചതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 2000-3000 വർഷം മുമ്പ് നടന്ന നോഹയുടെ പെട്ടകം പ്രളയം ഓർമ്മയുണ്ടല്ലോ. ആ നോഹയുടെ പെട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഏതോ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷേ യേശു മരിച്ച കുരിശിൻ്റെ ഒരു കഷ്ണം പോലും കിട്ടിയില്ല പോലും. അതെന്താ കിട്ടാത്തത്? അങ്ങനെ ഒരു കുരിശില്ല. എന്നിട്ട് വേറൊന്ന് വെച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു ഇങ്ങനെ വീണപ്പോഴത്തേക്ക് ഏതൊരു സ്ത്രീ കൊണ്ടുവന്നൊരു തുവാല കൊടുത്തു. ആ തുവാലയിൽ ഇങ്ങനെ മുഖം അമർത്തിയപ്പം അതിൽ യേശുവിൻ്റെ മുഖം പതിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു തുവാല അവിടെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അത് ചുമ്മാ തട്ടിക്കൂട്ടല്ലേ? അങ്ങനെ ഇത്രയും വർഷം കഴിഞ്ഞാൽ ആ തുവാല അങ്ങനെ തുവാലായിട്ടിരിക്കുമോ? അല്ലെങ്കിൽ മുഖം അമർത്തി കഴിഞ്ഞാൽ അതിൽ രൂപം പതിയോ? നീ ഇനി മുഖത്ത് മുഴുവൻ ചായം തേച്ചിട്ട് അമർത്തി നോക്ക്, ഒന്നും പതിയത്തില്ല അതിനകത്ത്. പതിയണമെന്നുണ്ടെങ്കിൽ ആ തുണി മൊത്തത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം, എല്ലായിടത്തും ഇങ്ങനെ പ്രസ് ചെയ്യണം അല്ലേ? യേശു എങ്ങനെ മുഖം തുടച്ചിട്ടുണ്ടാകുക? ഇത്രയല്ലേ ഉള്ളൂ. ഈ ഒരു പ്രഷറിനകത്ത് യേശുവിൻ്റെ മുഖം അതുപോലെ ആ തൂവാലയിൽ പതിഞ്ഞു എന്ന് പറഞ്ഞാൽ മണ്ടന്മാരല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മൾ വിശ്വസിച്ചു. കാരണം നമുക്ക് ഇത്രയും നാൾ എന്ത് കിട്ടില്ലായിരുന്നു? ആ തിരിച്ചറിവില്ലായിരുന്നു. സോ അങ്ങനെ ഒരു തൂവാല ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. യേശുവിനെ കുരിശിൻ്റെ ഒരു കഷണം പോലും ഇതുവരെ. സോ ഇതെല്ലാം കാശുണ്ടാക്കാനായിട്ട് തട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന സംവിധാനങ്ങൾ എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല. യേശുവിൻ്റെ പേരിൽ അന്ന് അവരെന്തോ ചെയ്യുന്നുണ്ട്? കോടികൾ സമ്പാദിക്കുന്നുണ്ട്. അവർ മാത്രമല്ല, ലോകത്തിൻ്റെ എമ്പാടുമുള്ള ആൾക്കാർ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ടൂറിസത്തിലൂടെയും ആൾക്കാർ എന്തോ ചെയ്യുന്നുണ്ട്? കോടികൾ സമ്പാദിക്കുന്നുണ്ട്. ഇന്ന് എല്ലാ മിനിസ്ട്രിയും വർഷാവർഷം ജനങ്ങൾ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂർ പാക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. കോടികളാണ് വരുമാനം. എൻ്റെ അടുത്ത് പണ്ടെന്ന് സൺഡേ ക്ലാസ്സിൽ ടീച്ചർ പറയുന്നത് യേശു അന്ന് പണ്ട് അത് വീഞ്ഞാക്കിയില്ലേ, ആ സാധനം ഇപ്പോഴും ഉണ്ട്. കൽഭരണി സൂക്ഷിച്ചു, സൂക്ഷിച്ചില്ല പോലും. അപ്പം നമുക്കും ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്ത ഇടയ്ക്ക് എങ്ങാണ്ട് ഇവിടുത്തെ ഒരാളിനെ പിടിച്ചില്ലേ? എത്രയോ പുരാണ കാലത്തുണ്ടായിരുന്ന എന്തൊക്കെയോ വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി വെച്ച ആളിനെ തട്ടിപ്പെന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവിടെ ഇന്ത്യയിലാണെന്ന് തോന്നുന്നു. സോ ഇതെല്ലാം തട്ടിപ്പാണ്, ശുദ്ധമായ തട്ടിപ്പാണ്. ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള കൽഭരണികൾ എല്ലാ സംവിധാനങ്ങളും ഇന്നവിടെയുണ്ട്. യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം ആക്ഷരികമായി നടന്ന ഒരു അത്ഭുതമല്ല, അത് മറ്റൊരു കാര്യമാണ്. അതിൻ്റെ പിന്നിൽ വേറൊരു ആത്മീയ സത്യമുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഒരു ആത്മീയ മെസ്സേജ് ഉണ്ട് അതിനകത്ത്. അല്ലാതെ നടന്ന കാര്യമില്ല. അങ്ങനെ കൽഭരണിയും ഇല്ല, പച്ചവെള്ളം വീഞ്ഞായിട്ടും ഇല്ല. പിന്നെ എങ്ങനെ അവിടെ കൽഭരണി വരും?